കൊച്ചു പടമാണെങ്കിലും വളരെ നല്ല വിഷ്വൽസും മേക്കിങ്ങൊക്കെ നന്നായിരുന്നു. നല്ല പടമാണ്. നമുക്ക് എല്ലാവർക്കും കാണാം, കണ്ടിരിക്കാൻ പറ്റും. കാരണം നമുക്ക് ബോറടിക്കില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണെങ്കിലും കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ്. അപ്പോൾ അതേ രീതിയിലുള്ള മൂവികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. കാരണം കൊച്ചു കൊച്ചു മൂവികൾ വരുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അതും കൊച്ചു കൊച്ചു ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊന്നും കൊച്ചു കൊച്ചു ആർട്ടിസ്റ്റുകളാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഓക്കെ, എൻ്റെ സംഗീതമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പാടിയിട്ടുമുണ്ട്. ആലി എന്നുള്ള ടൈറ്റിൽ സോങ്, പിന്നെ വേറെ നിന്നരികിൽ എന്ന് പറയുന്ന സോങ്ങും പാടിയിട്ടുണ്ട്. മറ്റൊരു സോങ്ങും പാടിയിട്ടുണ്ട്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു. ആലിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. പടം എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം, നിങ്ങളാണ് ആലിയെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആലിക്കുള്ള എല്ലാ സപ്പോർട്ടും തരണം. അപ്പം നിങ്ങളും പടം കണ്ട് കാണുമെന്ന് മനസ്സിലാക്കും. ഇതിൻ്റെ ഒരു സംഗീത വിഭാഗവും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഒരു സന്തോഷം. ആലി വലിയൊരു വിജയമാക്കി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച്. എല്ലാവരും എന്നോട് ഇപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞത്. സ്റ്റോറി വളരെ ലൈവ്ലിയാന്ന് പറഞ്ഞത്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോയി. അത് എനിക്ക് സന്തോഷമുണ്ട്. സ്റ്റോറിയും അതിൻ്റെ സ്ക്രീൻ പ്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സന്തോഷമായിട്ട്. സോങ്ങുകളൊക്കെ പിന്നെ എല്ലാവരും ഇതിനു മുമ്പേ കേട്ടവരൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും കൂടെ അത് റീച്ചാക്കി എല്ലാ പ്രേക്ഷകരും കാണണം. ഇപ്പോഴത്തെ കാലത്തെ ഒരു വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഓൾസോ. അപ്പോൾ അതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആരും കാണരുത് എന്ന് ഞാൻ പറയുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ്. ഞാനും ഇതിലെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇതിലെ സോങ്സ് ആണെങ്കിലും ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ മൂവി ഒന്ന് കാണണം. ഹാപ്പിൻ്റെ രണ്ടാമത്തെ മൂവിയാണ്. അപ്പോൾ ഓരോ മൂവിയും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ നമ്മൾ ഇനിയും ഇതിൽ നല്ലൊരു മൂവി മാമിന് എടുക്കാൻ പറ്റും. കാരണം അങ്ങനെ ഒരു ക്യാരക്ടറിലൂടെ പിന്നെ ആക്ട് ചെയ്തവരെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടുപേരും എത്തിയിട്ടില്ല. പക്ഷേ ക്യാരക്ടർ റോൾ ചെയ്ത് എനിക്ക് വരാൻ പറ്റില്ല. പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ആളാണ് ആക്ച്വലി ഇതിൽ കൊറിയെല്ലാം ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ചെയ്തെത്രയാണെന്നുള്ളതല്ല കാര്യം. പക്ഷേ ഇതിൻ്റെ ഭാഗമാവുകയും ഒരുമിച്ച് ക്രൂവിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഫീൽ തന്നെയാണ്. അപ്പം നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. പ്ലീസ് OTT വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. വിമർശിക്കാം, കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ വിമർശിക്കാം. നല്ല കാര്യങ്ങൾ എടുത്തു പറയും. ക്യാമറ ആയിരുന്നാലും എല്ലാം അവരുടെ ഒരു എഫേർട്ട് കാണുന്നുണ്ട്. ഒരു 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 ആവറേജ് ബഡ്ജറ്റിൽ ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിട്ട് കാണാം കേട്ടോ. ബൈ ദ വേ, മൈ നെയിം ഈസ് കുർക്കില. ഞാൻ ഫാഷൻ ഷോസാണ് ചെയ്യുന്നത് ഒരു 10 വർഷമായിട്ട്. അപ്പോൾ ഇതിൽ ഞാനും ഉണ്ട്. ഐ എം റിയലി ഹാപ്പി. താങ്ക് യു ഫോർ കമ്മിങ്. ബൈ. ഇത് ഓഡിയൻസ് പ്രേക്ഷകരുടെ കൂടെയും കണ്ടു. ആസ് എ ക്രൂ അപ്പോൾ എന്താ തോന്നുന്നത് ഇപ്പോൾ ഓഡിയൻസിൻ്റെ കൂടെ കണ്ടിട്ടുള്ള? ഭയങ്കര സംതൃപ്തിയാണ്. സംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ത്രൂ ഔട്ട് ഒരു കോമഡി ക്യാരക്ടർ ചെയ്യാൻ പറ്റുക. രണ്ട് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഏകദേശം 32 ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻസിനേക്ക് 6 ടെക്നീഷ്യൻസിനെ കൊടുക്കാനും പറ്റി. അവരെല്ലാം തകർത്ത് പെർഫോം ചെയ്തു. നല്ലൊരു റിയലിസ്റ്റിക്, അതിനേക്കാളെല്ലാം ഉപരി സോങ് എന്ന് പറയുന്നത് ഭയങ്കര ടച്ചിങ് സോങ്. എല്ലാ പാട്ടുകളും എന്ന് പറയുന്നത് വളരെ ആർദ്രമായിട്ടുള്ള, ഈ അടുത്ത ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു നല്ല റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനറായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് കണ്ടവരാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തള്ളുപോലെ പറയണേ. തീർച്ചയായിട്ടും ഒരു വളരെ നല്ലൊരു സിനിമയാണ്, നല്ലൊരു മൂവിയാണ്. ഞാനും ദൈവത്തോട് ഒന്നിച്ച് ഒരു പടം ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ പക്ഷെങ്കിൽ ഇതിനകത്ത് വില്ലൻ ആരാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്ന ആൾ പോലും പറഞ്ഞില്ല എന്നുള്ളത്. സസ്പെൻസ് പൊട്ടില്ല. ഇപ്പോഴത്തെ കാലത്തേക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു മൂവിയാണ് ഇത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. പിന്നെ ഇത് നാച്ചുറലാണ്. ഇത് വേറെ അഭിനയമൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഭിനയം പറഞ്ഞു തരേണ്ടത് ഡോക്ടർ രജിത് കുമാറിന് അഭിനയിക്കാൻ പറഞ്ഞു കൊടുക്കണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ തകർത്തങ്ങ് അഭിനയിച്ചോളൂ. ഞാൻ പറഞ്ഞു കൊടുത്തേച്ചാൽ മതി. ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ് ആലി. എല്ലാവരും കാണണം. 8 പാട്ടുകൾ. പക്ഷെ ഞാനും വിചാരിച്ചു 8 പാട്ടുകൾ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുമെന്ന്.
പക്ഷെ സിനിമയുമായി മിക്സ് ചെയ്ത് വളരെ ആർദ്രമായിട്ടാണ് ഈ 8 പാട്ടുകളും സത്യമായിട്ട് ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറിനോട് പറയുകയും ചെയ്തു, സാറേ ഈ പാട്ട് പാടിയത് ആരാണ്, അതുപോലെ അതിലുപരി നമ്മുടെ പോലീസിനെ തകർത്ത് കളഞ്ഞോട്ടോ. പോലീസല്ല, ഇതിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അടി ഇടി വെടി പൊട്ടക്കം അല്ലെങ്കിൽ ബോംബ് അതൊന്നുമില്ല. പക്ഷെ ഒരു കുടുംബം റിയലിസ്റ്റിക് ആയ ഒരു ഫാമിലി എൻ്റർടൈനർ, അതിനേക്കാൾ ഉപരി നല്ല ടച്ചിങ് ആയിട്ടുള്ള റിയലിസ്റ്റിക് സ്റ്റോറി. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പ്രണയിച്ചിട്ട് തൻ്റെ പ്രണയത്തെ സാഫല്യമാക്കാൻ വേണ്ടി തൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഒരാൾ ഇത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കര ലവ് സ്റ്റോറി തന്നെയാണ്. ഞാൻ ഇതിനകത്തൊരു നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് എടുത്ത് ചോദിച്ചാലേ സി ദിനേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ചതിലും ഉപരി എനിക്ക് സിനിമയുടെ ഡയറക്ഷൻ, അതിൻ്റെ സോങ്, മറ്റു കാര്യങ്ങൾ, മറ്റേ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രജിത്തണ്ണൻ എൻ്റെ ഒരു സഹോദരനാണ്, അദ്ദേഹമാണ് ഈ സിനിമയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അതിലുപരി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്തൊരു പ്രണയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു പ്രോജക്റ്റ് ഞാൻ പടം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടത്. അത് വളരെ മനോഹരമായിട്ട് കൃഷ്ണ മാഡം ഡയറക്റ്റ് ചെയ്തു. സോങ്ങുകളൊക്കെ വളരെ ഗംഭീരമാണ്. അതിൻ്റെ BGM എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഒരു പടമാണ്. താങ്ക് യു വെരി മച്ച്. നമ്മളെ ആലി പടം പുറത്തുപറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണ ഡയറക്ടർ കൃഷ്ണ ചേച്ചി നല്ല ലേഡി ഡയറക്ടറിൻ്റെ ഇതിലുണ്ടാകുന്ന പടം തോന്നുന്നു. നേരത്തെ അനൂപേരൻ്റെ പടം ചെയ്തിരുന്നു. അപ്പോൾ ഒരു ഫാമിലി ഇമോഷണൽ ലവ് ആക്ഷൻ ഇല്ല, എന്നാലും ഒരു സെൻറ്റിമെൻ്റൽ ഫാമിലി ഡ്രാമയാണ്. ഒരു എന്താ പറയുക, പ്രണയത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു സിനിമ വർക്കാവും. കാരണം ഇമോഷണലി കണക്റ്റ് ആവുന്ന പല ക്യാരക്ടേഴ്സ് നമുക്ക് പുതുമ തോന്നുന്നു. ഇതിലും ഫ്രഷ്നെസ് ടോക്സിക് ഫിലിമിലൂടെ ഗീതു മോഹൻദാസ് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ആൾ ഫേമസ് ആണ്. അപ്പോൾ ലേഡി ഡയറക്ടർ എന്ന നിലയിൽ ഇതും ലേഡി ഡയറക്ടർ എന്ന നിലയിൽ ഞാനൊരു ലേഡി എന്ന നിലയിൽ ഇത് വളരെ പ്രതീക്ഷയോടെ കാണുന്നു. ഇനി ഒരുപാട് ലേഡി ഡയറക്ടേഴ്സ് മുന്നോട്ട് വരണം. സ്റ്റോറി വരെ തന്നെയാണ്. പാട്ടൊക്കെ ഗംഭീരമായിരുന്നു. ആലിമൂല് പാട്ട് കുറേ പാട്ടുണ്ട് അല്ലേ, 8 സോങ്സ് ഉണ്ട്. ആലി എന്നുള്ള സോങ് സൂപ്പറായിട്ടുണ്ട്. നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇതിൽ സോങ്സ് കൂടാതെ ആക്ടേഴ്സൊക്കെ നന്നായിട്ട് ഇനിയും നന്നാക്കാനുണ്ട്. ഡബിങ് ഒക്കെ കുറച്ചുകൂടെ നന്നാക്കാനുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആണ് അവരുടെ. അപ്പം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് മൂവി ഇനിയും പ്രതീക്ഷിക്കുന്നു, ഇനിയും ബെറ്റർ ആയിട്ട്. അപ്പോൾ തമിഴ് ആയതുകൊണ്ട് കുറച്ച് ഞാൻ മലയാളം സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. മലയാളം തമിഴ് മിക്സ് ആയിട്ടുള്ള പടമാണ്. ഡോക്ടർ രജിത്തേട്ടൻ്റെ പെർഫോമൻസ് നല്ല രസമുണ്ട്. പിന്നെ ഒരുപാട് താരനിര എന്തായാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണാം, പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു. നമസ്കാരം. ആലിയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ നല്ലൊരു ക്യാരക്ടർ എനിക്ക് നമ്മുടെ ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ സാറ് എനിക്ക് തന്നു. എന്തായാലും നല്ല 8 സോങ്ങുകളും അതുപോലെ തന്നെ നല്ല ലവ് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സിനിമയാണ്. കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ അതിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. നല്ലൊരു ചിത്രമാണ്. ഒരു ട്വിസ്റ്റുണ്ട്, പിന്നെ നല്ല പാട്ടുകളുണ്ട്. ഇത്രയും പാട്ടുകളുള്ള ഒരു സിനിമ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. 8 പാട്ടുകളുണ്ട്. ടൈറ്റിൽ വെച്ചിട്ട് തന്നെ ഒരു നല്ലൊരു സോങ് ഉണ്ട്. അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള സോങ്ങാണ്. അതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. മൊത്തത്തിൽ നല്ലൊരു സിനിമ, വാച്ചബിൾ. കുറേ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്, നല്ല റൊമാൻറ്റിക് സോങ്സ്. ഒരു റൊമാൻറ്റിക് ലവ് മൂവിയാണ്. പിന്നെ കൂടുതൽ എനിക്കൊന്ന് ചെറുപ്പക്കാർക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. നല്ല എന്താണ് സ്നേഹത്തിൻ്റെ കൂടുതൽ ആഴങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നല്ല സിനിമ. പിന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ക്ലൈമാക്സ് വളരെ ഗംഭീരമായിരിക്കും. ക്ലൈമാക്സ് ശരിക്കും നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആയിരിക്കും. അത് ശരിക്കും എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് എടുക്കണമെന്നാണ് പറയാനുള്ളത്. അത്ര നല്ലൊരു മൂവിയാണ്. ഇതിലൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു കൃഷ്ണ മാം, താങ്ക് യു ഡോക്ടർ. എനിക്ക് വലിയ ഇഷ്ടമായി. എല്ലാം നന്നായിരിക്കണം. പിന്നെ രജസിനെ എടുത്ത് പറയാതെ പറ്റില്ല. സാറ് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷ നമ്മളൊരു സാധാരണ നമ്മൾ വിചാരിക്കില്ല അതിൻ്റെ
ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായി. അതിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ട്വിസ്റ്റാണ് നമ്മളെ എപ്പോഴും പിടിച്ചിരുത്തുക. ഏത് കഥയിലും അങ്ങനെയുള്ളൂ. സാധാരണ പോകുന്ന കഥകൾ പോലെ തന്നെ പോയി എന്നുണ്ടെങ്കിലും അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടമായി. പിന്നെ പാട്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടും ഗംഭീരമായിട്ടുണ്ട്. നായകനായാലും നായികക്കുട്ടി ആയാലും പുതിയതാണെങ്കിലും ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ രജത് സാറിൻ്റെ അഭിനയം പ്രത്യേകം പരാമർശിക്കാനുള്ളത് തന്നെയാണ്. അദ്ദേഹം അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതിൽ. നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ കുടുംബ പശ്ചാത്തലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സെമി വില്ലനായിട്ട് മാറും എന്നുള്ളത് ആലോചിക്കുമ്പോൾ അത് നല്ല രസമുണ്ട്. നല്ല സന്തോഷമായി. താങ്ക് യു.